ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിയപ്പോഴുണ്ടെങ്കിൽ പിന്നെ ഉണ്ടെങ്കിൽ രേഖ രതീഷ് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടായിരുന്നു വന്നിരുന്നത്. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണക്കുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഉണ്ടെങ്കിൽ നന്ദി അറിയിച്ചു, ഇത് കണക്കത്തുള്ളുണ്ടെങ്കിൽ കേസ് എടുക്കാൻ തയ്യാറായി, അല്ലെങ്കിൽ ഇത് കണക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ താനുണ്ടെങ്കിൽ എല്ലാ യൂട്യൂബേഴ്സിനും ഉണ്ടെങ്കിൽ ഉദ്ദേശിച്ചല്ല കാര്യം പറഞ്ഞത്. ആ സമയത്തുണ്ടെങ്കിൽ താനൊരു ഇമോഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ട്രോമ സമയത്ത് എന്തോന്ന് വായിന്ന് വന്നു പോയതാണ്. അതല്ലാതെ താനുണ്ടെങ്കിൽ എല്ലാ യൂട്യൂബേഴ്സിനെയും ഉണ്ടെങ്കിൽ വിചാരിച്ചിട്ടല്ല ഇതിനകത്തുള്ള കാര്യം പറഞ്ഞത്. കുറച്ച് പേരുണ്ടെങ്കിൽ തന്നെക്കുറിച്ചുള്ള മോശമുള്ള കാര്യങ്ങൾ പറയുന്നുള്ള രീതിയിലായിരുന്നു ഇത് കണക്ക് രേഖ രതീഷ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഇട്ടിട്ടുള്ള ഒരു റീലുണ്ട്. ആ ഒരു റീലിന് ശേഷമാണ് ഇതിനെപ്പറ്റിയുള്ള സംസാരമൊക്കെ ഭയങ്കരമായിട്ട് വന്നു തുടങ്ങിയത്. നമ്മൾ മാത്രമല്ല, ഇനി ആര് കണ്ടു കഴിഞ്ഞാലും തീർച്ചയായിട്ടും അങ്ങനത്തെ ഉള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യം ഇവർ കല്യാണം കഴിക്കാൻ പോകുന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. അതല്ലാതെ വേറെ ഒന്നുമില്ല. അതല്ലാതെ അല്ലെങ്കിൽ കാര്യം നേരെ പറയണമായിരുന്നു. നമ്മളെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ തന്നെ ആയിരുന്നു. അതിന് ശേഷമാണ് ഇതിനകത്തുള്ള ഇഷ്യൂസൊക്കെ വന്നിരുന്നത്. സോ എന്തായിരുന്നാലും ശരി, ഇതിനെപ്പറ്റി ഭയങ്കരമായിട്ട് ആൾക്കാർ എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞോ അങ്ങനെ എന്തെങ്കിലും ആയോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഉള്ള ഒന്നുമില്ല. ഇവർ ഇതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ഇട്ടതിന് ശേഷമാണ് ഭയങ്കരമായിട്ട് ആൾക്കാർ ഇതിനെപ്പറ്റി സംസാരിക്കാനോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി റിയാക്ട് ചെയ്യാനും തുടങ്ങിയിരിക്കുന്നത്.